Come with me for a Tinder date gone wrong. So last 2 വീഡിയോസിൽ ഞാൻ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായിട്ട് കണ്ടു ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. സോ ഈ വട്ടം ഹലോ എവരിവൺ, നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതെന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഞാൻ ഡേറ്റിങ്ങിന് വേണ്ടി പോയപ്പോൾ എടുത്ത ക്ലിപ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ അതിട്ടത് എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 6 ഹവേഴ്സിനുള്ള ഒരു 1 മില്യൺ റീച്ച് കയറി. എനിക്കത് ഭയങ്കര സന്തോഷമായി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ തന്നെ എന്റെ അക്കൗണ്ട് സസ്പെൻഡ് ആയിട്ടാണ് കണ്ടത്. പിന്നെ ഞാൻ അയ്യൊരു പറഞ്ഞ പോലെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, എന്റെ ഒരു ID കാർഡും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു പാസ്പോർട്ടാണ് ID കാർഡായിട്ട് കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തിട്ട് ഒരു 2 ദിവസമായിട്ടും ഇവരൊന്നും കണ്ടില്ല. ഞാനപ്പോ എന്ത് ചെയ്തു, എനിക്ക് എന്റെ ഒരു ഹ്യൂമൻ ഏജന്റിനോട് സംസാരിക്കണം എന്ന് തോന്നി. ബ്ലൂടിക്കുള്ള ആൾക്കാർക്ക് മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഏജന്റിനോട് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഒരു പ്രിയപ്പെട്ട ഒരു ബ്ലൂടിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആളുടെ അക്കൗണ്ട് മേടിച്ചിട്ട് ആളുടെ അക്കൗണ്ട് വഴി ഒരു ഏജന്റിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏജന്റിനോട് സംസാരിച്ച് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടി. ബട്ട് അക്കൗണ്ട് തിരിച്ചു കിട്ടിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ എന്റെ അക്കൗണ്ട് പിന്നെ സസ്പെൻഡ് ആയി. ഞാൻ എന്നിട്ട് പിന്നെയും അത് വേണ്ട എന്റെ പ്രിയപ്പെട്ടവന്റെ അക്കൗണ്ട് വഴി ഏജന്റിനോട് പിന്നെയും സംസാരിച്ചു. എന്നിട്ട് പിന്നെയും ഒരു 1 ഡേയുടെ ഉള്ളിൽ എനിക്ക് എന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടി. അതും പിന്നെയും സസ്പെൻഡ് ആയി. അപ്പൊ ഞാൻ ഇതിനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഞാൻ വേറെ പല അക്കൗണ്ടുകളിലും കൂടി മുമ്പ് ഒരു ബൈ മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അക്കൗണ്ടും കൂടി ഒരുമിച്ച് അവർ സസ്പെൻഡ് ആക്കി. പിന്നെ എനിക്ക് എന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയല്ലോ, അത് പിന്നെയും സസ്പെൻഡ് ആവുന്ന ഒരു നിലയിലാണ് എത്തിക്കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറയാവുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യണം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്നെ പോലെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ അക്കൗണ്ട് ഉറപ്പായിട്ട് ഒരു ഏജന്റിനോട് സംസാരിച്ച് തിരിച്ചു കിട്ടുന്നതാണ്. സോ എല്ലാവരും കണ്ട് ഐ ഗസ് ഇതൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു.